ലോകത്തിലെ തന്നെ പെൺ സൗന്ദര്യത്തിന്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളായിരുന്നു ക്ലിയോപാട്ര. 1963 റിലീസായ ഹോളിവുഡിന്റെ തലവര തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു ക്ലിയോപാട്ര. ഈ സിനിമയുടെ കഥ വിശദീകരണം വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഈ സിനിമയുടെ ദൈർഘ്യം 4 മണിക്കൂറാണ്. അന്നത്തെ കാലത്ത് വലിയ ബഡ്ജറ്റിൽ ധാരാളം എഫോർട്ട് എടുത്ത് നിർമ്മിച്ച ഈ സിനിമ അത്രയ്ക്കും ബ്രഹ്മാണ്ഡമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. റോമൻ സാമ്രാജ്യത്തിലെ ദളപതിയായിരുന്നു ജൂലിയസ് സീസർ. പോരിലും ജനസേവനത്തിലും മന്നനായിരുന്ന സീസർ അവിടുത്തെ ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് അടിമയായിരുന്ന നാടുകളിൽ ഒന്നായിരുന്നു ഈജിപ്ത്. അവിടെ നിന്നുമായിരുന്നു സ്വർണവും മറ്റു പല ദ്രവ്യങ്ങളുമൊക്കെ റോമിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഈജിപ്ത് നാട്ടിൽ ക്ലിയോപാട്രയ്ക്കും അവളുടെ അനിയനും തമ്മിൽ നടന്ന അധികാര വഴക്കിൽ അവളെ എതിർത്ത് അവൻ അവിടുത്തെ രാജാവാകുന്നു. അതേസമയം സീസറിനും അവന്റെ എതിരാളികൾക്കുമിടയിൽ നടന്ന പോരിൽ എതിരാളി ഈജിപ്ത് നാട്ടിലേക്ക് ഒളിച്ചു കിടക്കുന്നു. അവനെ പിടികൂടാനായി സീസർ അങ്ങനെ ഈജിപ്തിലേക്ക് വരികയാണ്. തന്റെ പക്കൽ മതിയായ പടയാളികൾ ഇല്ലായിരുന്ന സീസർ ഈജിപ്തിലേക്ക് വന്നെത്തി ക്ലിയോപാട്രയുടെ സഹോദരനെ കാണുന്നു. സംസാരത്തിനിടെ നീ എങ്ങനെ രാജാവായി എന്ന് ചോദിച്ച സീസറിനോട് എന്റെ അച്ഛനും സഹോദരിയുമായ ക്ലിയോപാട്രയും മരിച്ചു എന്ന് അവൻ കള്ളം പറയുന്നു. തുടർന്ന് സീസർ അന്വേഷിച്ചു വന്ന അവന്റെ എതിരാളിയെ രാജാവ് വകവരുത്തി അവന്റെ തല വെട്ടിയെടുത്ത് അവർ സീസറിനെ കാണിക്കുന്നു. അത് കണ്ടതോടെ സീസറിന് ഒരു ഞെട്ടലായെങ്കിലും അവൻ പല കണക്കൂട്ടലുകളും മനസ്സിൽ ഉറപ്പിച്ച് രാജാവിന്റെ പക്ഷം ചേരുന്നു. തുടർന്ന് സീസർ അന്ന് രാത്രി അവിടെ തങ്ങുന്നു. ആ നാടിനെ തന്നെ ആക്രമിക്കാനുള്ള പ്ലാനിംഗ് നടത്തുന്നതിന്റെ ഇടയിൽ ഒരാൾ ഒരു ചുരുട്ടിവെച്ച തുണിക്കെട്ടുമായി സീസറിന്റെ അടുത്തേക്ക് വരുന്നു. ഇത് ക്ലിയോപാട്ര തന്നുവിട്ട സമ്മാനമാണ്, സീസറിന് മാത്രമേ ഇത് കാണാൻ അനുവാദമുള്ളൂ എന്നും അയാൾ പറയുന്നു. ശേഷം സീസർ മാത്രമായി അതിൽ എന്തായെന്ന് നോക്കാനായി തുനിയുന്നു. ആ തുണിക്കെട്ട് മാറ്റി നോക്കി പെട്ടെന്ന് അതിൽ നിന്നും ജീവനുള്ള ഒരു പെണ്ണ് ഇറങ്ങി വരുന്നു. അതാണ് കഥയിലെ ഹീറോയിനായ ക്ലിയോപാട്ര. ഹീറോയിൻ രഹസ്യമായി സീസറിന്റെ അടുത്തേക്ക് വന്നത് തന്റെ അനിയനെ കൊണ്ട് എനിക്കും നിനക്കും ആപത്താണെന്നത് സീസറിനെ അറിയിക്കാനായിരുന്നു. അവൻ ഈ രാജ്യം ഭരിക്കേണ്ട ആളല്ല, അവനെ കൊണ്ട് ക്രൂരതകൾ ചെയ്യിക്കാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിനാൽ എന്നെ ഈ നാട്ടിലെ രാജ്ഞിയാക്കൂ, എങ്കിൽ നിങ്ങളുടെ നാടായ റോമും ഈജിപ്തും തമ്മിൽ കൂടുതൽ നല്ല ടേംസും ആകുമെന്ന് ഹീറോയിൻ സീസറിനോട് പറയുന്നു. എല്ലാം വിശദമായി കേട്ട സീസർ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ജീവന് ആപത്താണ് എന്ന് അവൾ വീണ്ടും അയാളെ ഓർമ്മിച്ച് തിരിച്ചു മടങ്ങുന്നു. അതിനുശേഷം സീസർ അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയുന്നു. പഠിപ്പിലും വിവരത്തിലും അവൾ വളരെ മുന്നിലാണെന്നും ബുദ്ധിശാലിയാണെന്നും പല ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളവളാണെന്നും സീസർ അന്വേഷിച്ചറിയുന്നു. പക്ഷേ സീസർ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഹീറോയിൻ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. തുടർന്ന് നടന്നു പോകാൻ തുടങ്ങിയ സീസർ പെട്ടെന്ന് നിലത്ത് വീഴുന്നു. അയാളുടെ സഹായി പെട്ടെന്ന് അത് കാണുകയും സീസറിനെ സഹായിക്കുകയും ചെയ്യുന്നു. അതെല്ലാം തന്നെ ഹീറോയിൻ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സീസർ ഹീറോയിനെ കാണാനായി അവളുടെ അടുത്തേക്ക് വരുന്നു. സീസർ വരുന്നതറിഞ്ഞ ഹീറോയിൻ കുളിക്കാനായി അറയിലേക്ക് പോകുന്നു. അവളെ പരിപാലിക്കാൻ ഒപ്പം തോഴിമാരും അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അവളെ കണ്ട സീസർ കണ്ണെടുക്കാതെ അവളുടെ വശ്യമായ ചിരിയും സൗന്ദര്യമൊക്കെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്നു. അവർ തമ്മിൽ നാടിനെ കുറിച്ചും യുദ്ധത്തിനെ പറ്റിയുമൊക്കെ സംസാരിച്ച ശേഷം സീസർ തിരികെ പോകുന്നു. അങ്ങനെയിരിക്കെ സീസറിന്റെ പടയാളി ഒരു വാർത്ത പറയാനായി അടുത്തേക്ക് വരുന്നു. കടൽക്കരയിൽ ഈജിപ്തിലെ ആൾക്കാർ ആയുധങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നുവെന്ന വാർത്ത സീസറിനെ അവർ അറിയിക്കുന്നു. അത് കേട്ട സീസർ ഒന്നും നോക്കണ്ട, തീ വച്ചേക്കെന്ന് ഉത്തരവിടുന്നു. എന്നാൽ തൊട്ടടുത്ത കെട്ടിടത്തിൽ തീ പടർന്ന് പിടിക്കുമെന്നറിഞ്ഞിട്ടും റിസ്ക് എടുത്ത് തന്നെ സീസർ ഉത്തരവിടുന്നു. പക്ഷേ പടർന്നു പിടിച്ചത് ഹീറോയിന്റെ ഇഷ്ടസ്ഥലമായ അവിടുത്തെ ലൈബ്രറിയിലേക്കായിരുന്നു. അതറിഞ്ഞ ഹീറോയിൻ കോപത്തോടെ സീസറിന്റെ അടുത്തേക്ക് പോയി കലഹമുണ്ടാക്കുന്നു. അതിൽ പ്രതിഷേധിച്ച ചില പടയാളികൾ അവിടെ പോരിന് തുടക്കം കുറിക്കുന്നു. തുടർന്ന് സീസറിന്റെ ബുദ്ധിക്കും ശക്തിക്കും അടിയറവ് പറയാത്ത ഒരു പടയും അവിടെ ഇല്ലാത്തത് കൊണ്ട് രാജ്യത്തെ രക്ഷിക്കാനായി സീസർ തന്ത്രങ്ങൾ പലതും പയറ്റി വിജയിക്കുന്നു. തുടർന്ന് ഹീറോയിനെ പാലിൽ വിഷം കലർത്തി കൊല്ലാനായി ഒരു ശ്രമം അവിടെ നടക്കുന്നു. അതിന്റെ മുഖ്യ സൂത്രധാരൻ ഹീറോയിന്റെ അനിയൻ തന്നെയായിരുന്നു. പക്ഷേ കോട്ട ആക്രമിച്ചതിൽ നിന്നും ഹീറോയിനെ കൊല്ലാൻ ശ്രമിച്ചതിനുമുള്ള കുറ്റത്തിൽ സീസർ ഹീറോയിന്റെ അനിയനെ നാട് കടത്തുന്നു. അതേ തുടർന്ന് അവന്റെ ഒപ്പമുണ്ടായിരുന്ന മന്ത്രിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹീറോയിനെ അവിടുത്തെ രാജ്ഞിയാക്കി പദവിയും നൽകുന്നു. അതോടെ സീസറിനും ഹീറോയിനുമിടയിൽ പ്രണയം പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വിവരം സീസറിന്റെ ഭാര്യ അറിയുന്നു. പക്ഷേ ആര് തടഞ്ഞാലും ആ വിവാഹം നടക്കുമായിരുന്നു. അധികം താമസിക്കാതെ അതിസുന്ദരിയായ അവളെ സീസർ
സീസർ സ്വന്തമാക്കി. അവർ ശരീരം കൊണ്ടും അടുത്ത ശേഷം നല്ലൊരു പരിപാടിയും അവിടെ നടത്തുന്നു. തുടർന്ന് ഹീറോയിൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാകുന്നു. അപ്പോഴേക്കും പരിപാടിയും തീർത്തിട്ട് സീസർ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും ഹീറോയിൻ കുഞ്ഞിനെ സീസറിന്റെ അടുത്തെത്തിക്കാനായി ഉത്തരവിടുന്നു. ശേഷം ആൺകുഞ്ഞിനെയും കൊണ്ട് റൂമിലെത്തിയ ഹീറോയിന്റെ കയ്യാളുകൾ കുഞ്ഞിനെ സീസറിനെ കാണിക്കുന്നു. അവന് അത് കണ്ട് സന്തോഷമായി. സീസർ കുഞ്ഞിനെ എടുക്കുകയും അവന് പേരിടുകയും ചെയ്യുന്നു. തന്റെ അവകാശിയായും പിൻഗാമിയായി സീസർ ആ കുഞ്ഞിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. സീസറിന്റെ ചില വിരോധികൾ അതേപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. വരുംകാലത്തിൽ ഈജിപ്തിൽ ജനിച്ച ഒരാൾ റോമിലെ രാജാവാകാൻ പോകുന്നത് അവർക്കാർക്കും ദഹിച്ചില്ല. തുടർന്ന് ഹീറോയിന്റെ ഒപ്പം താമസമാക്കിയ സീസർ അവളെ വിട്ട് വീണ്ടും റോമിലേക്ക് തിരികെ പോകാൻ ഇറങ്ങി. എന്നാൽ എന്നെയും മകനെയും എപ്പോഴാണ് റോമിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഹീറോയിൻ സീസറിനോട് ചോദിക്കുന്നു. എന്നാൽ ഉടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സീസർ യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ തിരികെ റോമിലേക്ക് പോയ സീസറിനെ യുദ്ധവും പോരാട്ടവും ഒക്കെ കഴിഞ്ഞ് ഏകദേശം 2 വർഷം അങ്ങനെ തന്നെ കടന്നു പോകുന്നു. അപ്പോഴേക്കും റോമിലെ ഭരണാധികാരിയായി സീസറിനെ നിയമിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ക്ഷണക്കത്ത് ഈജിപ്ത് നാട്ടിലെ റാണിയായ ഹീറോയിനും അയക്കുന്നു. അങ്ങനെ ആട്ടവും പാട്ടുമൊക്കെയായി വളരെ ബ്രഹ്മാണ്ഡമായ ആ ചടങ്ങ് അവിടെ നടക്കുന്നു. എന്നാൽ അവിടേക്ക് മൊത്തത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞ വേഷവിധാനവുമായി ഹീറോയിനും മകനും അവിടേക്ക് കടന്നു വരുന്നു. സീസർ അവരെ കണ്ട് സന്തോഷിക്കുകയും രാജകീയമായി അവരെ വരവേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സീസറിനൊപ്പം ആ നാട്ടിൽ തന്നെ ഹീറോയിനും മകനും കഴിയുന്നു. അപ്പോഴേക്കും അവൾക്ക് അഹങ്കാരം കടന്നുകൂടി കഴിഞ്ഞിരുന്നു. ലോകം മുഴുവൻ അടക്കി വാഴണമെന്ന മോഹം അവളുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. അതിനായി അവൾ സീസറിനെ കുപ്പിയിലാക്കാൻ തുടങ്ങുന്നു. പക്ഷേ സീസറിന്റെ എതിരാളികൾ അവനെ കൊല്ലാനായി കൊട്ടാരത്തിലേക്ക് കടന്നുകൂടുന്നു. അങ്ങനെ 3-4 പേര് ചേർന്ന് സീസറിനെ ചതിച്ച് പിന്നിൽ നിന്നുമൊക്കെ കുത്തി കൊലപ്പെടുത്തുന്നു. തുടർന്ന് ഹീറോയിനെ ജീവന് ഭയന്ന് ഈജിപ്തിലേക്ക് തന്നെ ഒളിപ്പിച്ചു കടത്തുന്നു. ശേഷം സീസറിന്റെ ഒറ്റ ചങ്ങാതിയായ മാർക്ക് ആന്റണി അവന്റെ കൊലയാളികളെല്ലാം തേടിപ്പിടിച്ചു കൊല്ലുന്നു. ശേഷം രാജ്യത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ അവൻ ശ്രമിക്കുന്നു. തുടർന്ന് ആന്റണിയും മറ്റു 2 പേരും ചേർന്ന് റോമിനെ 3ആയി പിരിച്ച് അവരവരുടെ കൺട്രോളിൽ ഭരണം കൊണ്ടുവരുന്നു. എന്നാൽ അവരുടെ 3 പേരുടെയും ഭരണത്തിന്റെ ഫലമായി ആ നാട്ടിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നു. എന്നാൽ ആന്റണിയുടെ സുഹൃത്ത് ഹീറോയിനോട് സഹായം ചോദിക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ ആന്റണിക്ക് അതിനോട് തീരെ താല്പര്യം ഇല്ലായിരുന്നു. ഈ വിവരമറിഞ്ഞ് ഹീറോയിൻ ഞാൻ ആരെയും അങ്ങോട്ട് പോയി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുന്നു. പക്ഷേ ആന്റണി ഹീറോയിനെ അങ്ങോട്ട് ചെന്ന് കാണാനായി തീരുമാനിച്ച് പുറപ്പെടുന്നു. പക്ഷേ അപ്പോഴേക്കും ഹീറോയിന് ആ നാട്ടിൽ ബഹുമതികൾ ഏറുകയും മറ്റുള്ളവർ അവളെ വണങ്ങുകയുമൊക്കെ ചെയ്യുന്ന അവസ്ഥയാകുന്നു. അങ്ങനെ ആന്റണിയെ വരവേൽക്കാനായി ഹീറോയിൻ ഒരുക്കങ്ങൾ നടത്തി തയ്യാറായിരിക്കുന്നു. അതോടെ ഡാൻസും പാട്ടും കൂത്തുമൊക്കെയായി ഹീറോയിൻ ആന്റണിയെ വരവേൽക്കുന്നു. ശേഷം വരുംകാല രാജ്യകാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോഴേക്കും അവർക്ക് 2 പേർക്കുമിടയിൽ പ്രേമം തുടങ്ങുന്നു. ഉടനെ തന്നെ പ്രണയം പൂവിട്ട് തളർക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ വിധി വീണ്ടും ഹീറോയിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ആന്റണി മറ്റൊരു രാജ്യത്തിലേക്ക് തിരികെ പോവുകയും അവിടെ അവന് മറ്റൊരു പ്രേമബന്ധം ഉണ്ടാകുന്നതിനെ തുടർന്ന് അവന് വിവാഹം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു. അതറിയുന്ന ഹീറോയിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വെറി പിടിച്ച പോലെ കരയാനും തന്റെ ശരീരം കുത്തി നോവിക്കാനും തുടങ്ങി. അതേ തുടർന്ന് ഹീറോയിൻ ആന്റണിയുടെ നാട്ടിൽ അയക്കാനിരുന്ന സ്വർണവും മറ്റും തടഞ്ഞു വെക്കുന്നു. അതിനെ ചൊല്ലി തർക്കിക്കാനായി ആന്റണി അവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ആ ചർച്ച ചെന്ന് അവസാനിച്ചത് സമാധാനത്തിലേക്ക് ആയിരുന്നു. അതോടെ പ്രശ്നങ്ങൾ മറന്ന് ഹീറോയിൻ ആന്റണിയുമായി വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ആന്റണി ഈജിപ്ത് നാട്ടിലെ രാജാവാകുന്നു. തുടർന്ന് മുൻഭാര്യയെ ആന്റണി ബന്ധവും വേർപെടുത്തുന്നു. ആന്റണിയുടെ ഈ തീരുമാനത്തെ റോം നാട്ടിലെ ജനങ്ങൾ എതിർക്കുകയും അവൻ ദേശദ്രോഹിയാണെന്നും പറഞ്ഞ് ആന്റണിയും ഹീറോയിനെയും കൊല്ലണമെന്ന തീരുമാനങ്ങൾ അവർ എടുക്കുന്നു. അങ്ങനെ യുദ്ധമെങ്കിൽ യുദ്ധമെന്ന തീരുമാനമെടുത്ത് ആന്റണിയും ഹീറോയിനും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിൽ പോർക്കളം ഒരുങ്ങി. കടലിൽ വച്ചായിരുന്നു ആ യുദ്ധം നടക്കുന്നത്. എന്നാൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആന്റണി പോരാട്ടത്തിൽ മരിച്ചു എന്ന വാർത്ത പ്രചരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന ഹീറോയിൻ യുദ്ധം അവസാനിപ്പിച്ച് പടയാളികളെയും കൂട്ടി തിരികെ മടങ്ങി. പക്ഷേ ആന്റണി മരിച്ചിട്ടില്ലായിരുന്നു. ഹീറോയിൻ പടയാളികളെയും കൊണ്ട് മടങ്ങുന്നത് കണ്ട ആന്റണിക്ക് ആൾബലമില്ലാതെ യുദ്ധം തോൽക്കേണ്ടി വരുന്നു. പക്ഷേ അതിനുശേഷം ആന്റണി മാനസികമായി തകർന്നു പോകുന്നു. ഹീറോയിൻ അവനെ ഉണ്ടായ കാര്യം പറഞ്ഞ് സമാധാനപ്പെടുത്താൻ നോക്കിയിട്ടും അവന് മനസമാധാനം കിട്ടാതെ അവൻ നടക്കാൻ തുടങ്ങി. തുടർന്ന് ആന്റണിയെ ജീവനോടെ പിടിച്ചുകൊണ്ടു ചെല്ലാനായി റോമിൽ നിന്നും ഉത്തരവിടുന്നു. എങ്കിൽ ഹീറോയിനെ മാത്രം വെറുതെ വിട്ടേക്കാമെന്ന ഓഫർ കിട്ടിയിട്ടും അവൾ അതിനെ എതിർത്ത് യുദ്ധം തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ റോമിനെതിരെ പോർ കൊടുക്കാനായി ആന്റണി തുനിയുന്നു. പക്ഷേ ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ ഹീറോയിൻ ഈജിപ്തിലെ ജനങ്ങളെ അവിടെ നിന്നും സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്നു. അതോടൊപ്പം തന്റെ മകനെയും സുരക്ഷിതമായി നാട് കടത്തുന്നു. ശേഷം അവൾ അവളുടെ കല്ലറയുടെ അടുത്തായി പോയി ഒറ്റയ്ക്കിരിക്കുന്നു. തുടർന്ന് യുദ്ധം നടത്താനായി പോയ ആന്റണിയെ ഒപ്പമുള്ള പടയാളികൾ ഒറ്റിക്കൊടുക്കുകയും അവനെ ജീവനോടെ പിടികൂടാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ എതിരാളിയുടെ കൈകൊണ്ട് മരിക്കാൻ മനസ്സില്ലാതെ ആന്റണി സ്വയം കത്തികൊണ്ട് കുത്തി മരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മരണം
മരണത്തിന് മുമ്പ് ആന്റണിയെ ഹീറോയിന്റെ കല്ലറയ്ക്ക് സമീപം എത്തിക്കുന്നു. അവിടെ വെച്ച് അവളുടെ മടിയിൽ കിടന്ന് തന്നെ ആന്റണി മരിക്കുന്നു. തുടർന്ന് റോമിലെ പടയാളികളും അധികാരികളും ഹീറോയിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഒരു ഈച്ച പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ അവർ ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം നിനക്ക് മാപ്പ് തരാം, നിന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിടാം, പക്ഷെ നീ എന്റെ ഒപ്പം കഴിയണം, വിവാഹം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പടത്തലവൻ അവളോട് ഡീൽ വെക്കുന്നു. അവനും ഹീറോയിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്നു. എന്നാൽ ആദ്യം എന്റെ ശവം നിന്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞ അവൾ പിന്നീട് അവന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് സത്യം ചെയ്തു കൊടുക്കുന്നു. ശേഷം എനിക്ക് കുറച്ച് സമയം കൂടി തരണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് പോകുന്നു. തുടർന്ന് തന്റെ തോഴിമാരെ വിളിപ്പിച്ച ഹീറോയിൻ ഞാൻ പോവുകയാണെന്ന് അവരോട് പറയുന്നു. അത് കേട്ട അവർക്ക് ഹീറോയിൻ മരിക്കാൻ പോവുകയാണെന്ന് തന്നെ മനസ്സിലാകുന്നു. തോഴിമാർ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞാൻ മരിച്ച ശേഷം എന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ വേഷത്തിൽ വേണം കിടത്താൻ, എന്നെ ഇപ്പോ ഒരുക്കുന്നത് പോലെ വേണം അപ്പോഴും ഒരുക്കാനെന്ന് ഉത്തരവിട്ട ഹീറോയിൻ തോഴിമാരോട് ഒരു കൂട കൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നു. അവർ ആ കൂട കൊണ്ടുവന്ന് ഹീറോയിനെ ഏൽപ്പിച്ചു. അവൾ അത് തുറന്നു നോക്കി. അതിൽ നിറയെ വിഷപ്പാമ്പുകളായിരുന്നു. അതിനുള്ളിൽ കൈയിട്ട ഹീറോയിൻ പാമ്പിന്റെ കടിയേറ്റ് മരിക്കുന്നു. മരണശേഷം തോഴിമാർ അവളെ ആ സ്വർണത്തിൽ പൊതിഞ്ഞ വസ്ത്രങ്ങൾ അണിയിച്ച് ജീവിച്ചിരിക്കുന്ന പോലെ അവിടെ കിടത്തുന്നു. അത് കണ്ടുവന്ന റോമിലെ പടയാളികളും അധികാരികളും ജീവനോടെ അവളെ കൊണ്ടുപോകാനും ആഗ്രഹം തീർക്കാനും കഴിയാതെ തിരികെ മടങ്ങി. അങ്ങനെ ഈ ലോകം മുഴുവൻ അടക്കി വാഴണമെന്ന മോഹിച്ച ക്ലിയോപാട്ര മരിക്കുന്നതായി ക്ലൈമാക്സിൽ കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ 4 മണിക്കൂർ ഉള്ളതുകൊണ്ട് ഈ സിനിമയുടെ ലിങ്ക് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിവതും നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കൂ. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.